പുതുക്കിയ GST നിരക്ക് നിലവിൽ വന്നതോടെ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ വലിയ ആശങ്കയിലാണ്. സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ 8,000 കോടി രൂപ വരെ നഷ്ടമുണ്ടാകും എന്നാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. പഴയ GST നിരക്ക് അനുസരിച്ച് തയ്യാറാക്കിയ സംസ്ഥാന ബജറ്റ് ഉൾപ്പെടെ തകിടം മറിയും. സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കേന്ദ്രം നികത്തണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. ഒരു ഉൽപ്പന്നത്തിൽ ഈടാക്കുന്ന GSTയുടെ പകുതി സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്. അതായത് 28% GST ഈടാക്കിയാൽ അതിന്റെ പകുതി 14% നികുതി സംസ്ഥാനത്തിന് ലഭിക്കും. എന്നാൽ പുതുക്കിയ നിരക്ക് പ്രകാരം മുൻപ് 28% വരെ ഈടാക്കിയിരുന്ന GST 18%, 5%, 0% ആയി കുറയും. സ്വാഭാവികമായി സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതിയും കുറയും. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി നടത്തിയ പഠനത്തിൽ 7,803 കോടി രൂപയുടെ നഷ്ടമാണ് മുന്നിൽ കാണുന്നത്. ഏറ്റവും കൂടുതൽ നഷ്ടം 28% GST ഈടാക്കുന്ന സ്ലാബിലാണ്, 3,966 കോടി രൂപ. 18% സ്ലാബിൽ 1,951 കോടി രൂപയും 12% സ്ലാബിൽ 1,903 കോടി രൂപയും 5%-ൽ 18 കോടി രൂപയുമാണ് നഷ്ടം പ്രതീക്ഷിക്കുന്നത്. എല്ലാ സ്ലാബിൽ നിന്നും കൂടി ഏതാണ്ട് 7,804 കോടി രൂപയുടെ നഷ്ടം നമുക്കുണ്ടാകാം എന്നുമാണ് ഞങ്ങളുടെ പഠനം കാണിക്കുക. ഈ നഷ്ടമെന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ കേസിൽ മാത്രമാണ്. സർവീസുകളുടെ കേസിലും ഇൻഷുറൻസിലൊക്കെ റേറ്റിൽ വ്യത്യാസമുണ്ട്. അതിനെക്കൊണ്ട് മൊത്തം നഷ്ടം ഇതിൽ കൂടിയിരിക്കുവാനേ സാധ്യതയുള്ളൂ. സാമ്പത്തിക വർഷത്തിന്റെ 6 മാസം പിന്നിട്ടതിനാൽ ഇനി ഈ വർഷം 4,000 കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാർ മുന്നിൽ കാണുന്നത്. GSTയുടെ ഒരു വർഷത്തെ വരുമാനം ഉൾപ്പെടെ കണക്കാക്കിയാണ് സർക്കാർ ബജറ്റ് ഉൾപ്പെടെ തയ്യാറാക്കിയിരിക്കുന്നത്. GST കുറച്ചതോടെ ബജറ്റ് ഉൾപ്പെടെ തകിടം മറിയും. ലോട്ടറിയുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും GST 40% വർദ്ധിപ്പിച്ചതിലൂടെ നേരിയ ഒരു വരുമാനം കൂടി സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോഴും GST കുറച്ചതിനെ തുടർന്നുണ്ടായ നഷ്ടം പൂർണ്ണമായി മറികടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ GST നഷ്ടം മറികടക്കാൻ കേന്ദ്ര സഹായം വേണമെന്നുള്ള ആവശ്യമാണ് സംസ്ഥാനം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.